നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 27-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും അത് ഈടാക്കുന്ന നിരക്കുകളും കൂടുതൽ കാര്യക്ഷമവും പ്രതിഫലദായകവുമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും രാത്രിയിലെ പീക്ക് സമയങ്ങളിൽ ഉയർന്ന നിരക്കും ഈടാക്കുന്ന TOD ടൈം ഓഫ് ദി ഡേ ബില്ലിംഗ് സംവിധാനം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇപ്പോൾ പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ മൾട്ടി ഇയർ താരിഫ് കരട് ചട്ടത്തിലാണ് ഈ വിപ്ലവാത്മകമായിട്ടുള്ള ശുപാർശ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്തെ പകുതിയിലധികം വരുന്ന ഉപഭോക്താക്കൾക്കും ഇതിനോടകം തന്നെ സ്മാർട്ട് ടൈം ഓഫ് ദി ഡേ മീറ്ററുകളൊക്കെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹൈ ടെൻഷൻ HT, എക്സ്ട്രാ ഹൈ ടെൻഷൻ EHT, വ്യവസായ ഉപഭോക്താക്കൾ, 20 കിലോവാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ലോ ടെൻഷൻ LT സ്ഥാപനങ്ങൾ, ഒപ്പം പ്രതിമാസം 250 യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾ എന്നിവർക്കാണ് നിലവിൽ TOD ബില്ലിംഗ് രീതി ബാധകമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സംവിധാനം കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കളിലേക്കും വ്യാപിപ്പിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളും താരിഫ് നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ വരാനിരിക്കുന്ന നവംബർ 30-നകം സമർപ്പിക്കാനായിട്ട് KSEBക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ സോളാർ വൈദ്യുതിയുടെ ലഭ്യത വർദ്ധിച്ചതോടുകൂടി താരതമ്യേന കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ആനുകൂല്യം എല്ലാ സാധാരണ ഉപഭോക്താക്കളിലേക്കും എത്തുന്നില്ലെന്ന വിലയിരുത്തലിലാണ് റെഗുലേറ്ററി കമ്മീഷനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഈ പുതിയ ബില്ലിംഗ് സംവിധാനം അനുസരിച്ച് ദിവസത്തിലെ 24 മണിക്കൂറിനെ പ്രധാനമായിട്ട് 3 വ്യത്യസ്ത സമയമേഖലകളിലായിട്ട് തിരിച്ചാണ് വൈദ്യുതി നിരക്ക് നിർണ്ണയിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള 12 മണിക്കൂർ സമയത്തെ നോർമൽ സോൺ എന്നും, വൈദ്യുതിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്തെ പീക്ക് ടൈം സോൺ എന്നും, അതിനുശേഷം രാത്രി 10 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെയുള്ള സമയത്തെ ഓഫ് പീക്ക് സോൺ എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. വ്യത്യസ്ത നിരക്കുകൾ പരിശോധിച്ചാൽ മാസത്തിൽ 250 യൂണിറ്റിലധികം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് പകൽ സമയത്തെ നോർമൽ സോണിൽ നിലവിലെ ടാരിഫ് നിരക്കിനേക്കാൾ 10% കുറവ് ലഭിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള രാത്രിയിലെ പീക്ക് സമയത്ത് 25% അധിക തുക ഈടാക്കും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ, അതായത് 20 കിലോവാട്ടിന് മുകളിൽ ഉള്ള സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ കാര്യത്തിൽ നോർമൽ സോണിൽ 10% ഇളവും പീക്ക് സമയത്ത് 50% അധിക നിരക്കും വരും. മറ്റ് LT, HT, EHT വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് പീക്ക് സമയത്ത് 50% ഉയർന്ന നിരക്കും രാത്രി വൈകിയുള്ള ഓഫ് പീക്ക് സമയത്ത് 25% ഇളവും ലഭിക്കും. അതിനാൽ കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള മോട്ടോർ പമ്പുകൾ, അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീനുകൾ, അയൺ ബോക്സുകൾ, ഇലക്ട്രിക് വാഹന ചാർജിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കഴിയുന്നത്ര പകൽ സമയത്തേക്ക് മാറ്റിയാൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വൈദ്യുതി ബില്ലിൽ വൻ തുക ലാഭിക്കാനാകും. പൊതുജനങ്ങൾക്ക് സ്വന്തം ബിൽ തുക നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വൈദ്യുതി ആവശ്യകതയൊക്കെ തന്നെ കൃത്യമായി ക്രമീകരിക്കാനും ഈ സംവിധാനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റെയിൽവേ സ്റ്റേഷനുകളുടെയും ട്രെയിനുകളുടെയും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് റെയിൽവേ മന്ത്രാലയം കർശന നിയമ നടപടികളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പുതിയ ഭേദഗതികളും ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളും റെയിൽവേ സ്വത്തുക്കളും വൃത്തിഹീനമാക്കുന്നവർക്കെതിരെ ഇനി മുതൽ കനത്ത തുക പിഴയായിട്ട് ഈടാക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന പുതിയ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന 500 രൂപയുടെ സ്ഥാനത്ത് ഇപ്പോൾ പിഴത്തുക 1000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ചുമത്തുന്ന ഈ തുക അടയ്ക്കാനായിട്ട് വിസമ്മതിക്കുന്ന സാഹചര്യമുണ്ടായാൽ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിനും നിയമം വഴി ചെയ്യുന്നു. കോടതി നടപടികളിലൂടെ കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ 2000 രൂപ വരെ പിഴ ചുമത്താൻ കോടതിക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. യാത്രക്കാർക്കിടയിൽ ശുചിത്വബോധം വളർത്തുന്നതിനും റെയിൽവേ സംവിധാനങ്ങളെ കൂടുതൽ മനോഹരവും സുരക്ഷിതവും അതോടൊപ്പം തന്നെ ശുചിത്വമുള്ളതുമായി നിലനിർത്തുന്നതിനുമാണ് റെയിൽവേയുടെ ഈ നിർണായക ചുവടുവയ്പ്. റെയിൽവേ പരിസരങ്ങളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ തൽക്ഷണം നടപടിയെടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും വ്യക്തത ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ മാനേജർ, ടിക്കറ്റ് പരിശോധകർ, അതായത് TT അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടേഴ്സ്, ഇവർക്കോ അല്ലെങ്കിൽ ഇവരുടെ റാങ്കിന് മുകളിലുള്ള മറ്റു മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർക്കോ മാത്രമാണ് യാത്രക്കാരിൽ നിന്നും നേരിട്ട് പിഴ ഈടാക്കാനുള്ള നിയമാനുസൃതമായിട്ടുള്ള അധികാരം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതെന്നും പുതിയ ഭേദഗതിയിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ട്രെയിനുകളിലോ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലോ പ്ലാസ്റ്റിക് കവറുകൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങളൊക്കെ തന്നെ വലിച്ചെറിയുക, അനുവാദമില്ലാത്ത ഇടങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുക, പരസ്യമായിട്ട് തുപ്പുക, മലമൂത്ര വിസർജനം നടത്തി പരിസരം മലിനമാക്കുക തുടങ്ങിയവ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. കൂടാതെ റെയിൽവേ വളപ്പിൽ വെച്ച് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകുന്നത് വഴി അഴുക്കുണ്ടാക്കുക,
തുണികളോ വാഹനങ്ങളോ കഴുകുക, അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നീ കാര്യങ്ങളും വലിയ തുക പിഴ ലഭിക്കാവുന്ന കുറ്റങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പുറമെ റെയിൽവേയുടെ പൊതുസ്വത്തുക്കൾക്ക് നാശനഷ്ടം വരുത്തുന്നവർക്കെതിരെയും കർശന നിലപാടാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിക്കുന്നത്. സ്റ്റേഷൻ ഭിത്തികൾ, ബെഞ്ചുകൾ, ട്രെയിൻ ബോഗികൾ എന്നിവ വികൃതമാക്കുന്നതും അനുമതിയില്ലാതെ ചുവരെഴുത്തുകൾ നടത്തുന്നതും പരസ്യ പോസ്റ്ററുകൾ പതിക്കുന്നതുമൊക്കെ തന്നെ ഇനി മുതൽ കനത്ത ക്രിമിനൽ കുറ്റമായിട്ട് പരിഗണിക്കും. പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലുമൊക്കെ തന്നെ കൂടുതൽ CCTV ക്യാമറകളും പരിശോധനാ സംഘങ്ങളെയും ഒക്കെ തന്നെ നിയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടികൾ റെയിൽവേ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ റെയിൽവേ നിർദ്ദേശിക്കുന്ന ശുചിത്വ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കുകയും പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ യാത്രക്കാരുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. നിയമങ്ങൾ ലംഘിക്കുന്നവർ സാമ്പത്തിക നഷ്ടത്തോടൊപ്പം തന്നെ വലിയ നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ സാധാരണക്കാരായിട്ടുള്ള വായ്പക്കാർക്ക് ആശ്വാസമേകുന്നതിനായിട്ട് കേരള സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ച് ഉത്തരവായിട്ടുണ്ട്. മുൻപ് നിശ്ചയിച്ചിരുന്ന ഓഗസ്റ്റ് 31 എന്ന അവസാന തീയതിക്ക് പകരം പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇനി അടുത്ത മാസം സെപ്റ്റംബർ മാസം 30 വരെ ലഭ്യമാകുന്നതാണ്. സംസ്ഥാനത്ത് പരക്കെ തുടരുന്ന കനത്ത മഴക്കെടുതികളും വരാനിരിക്കുന്ന ഓണാവധിയും കണക്കിലെടുത്ത് കുടിശ്ശികക്കാർക്ക് തിരിച്ചടവിന് കൂടുതൽ സമയം നൽകേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് സഹകരണ വകുപ്പിന്റെ ഈ ഒരു പുതിയ തീരുമാനം. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, സർവീസ് സഹകരണ സംഘങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്നിവയിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വായ്പയെടുത്ത് ജപ്തി ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടുന്ന വായ്പക്കാർക്ക് വലിയ രീതിയിലുള്ള പലിശ ഇളവുകളും പിഴപലിശ ഒഴിവാക്കലും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന് പുറമെ വായ്പാ കുടിശ്ശികകൾ പിരിച്ചെടുത്ത് സഹകരണ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ നിഷ്ക്രിയ ആസ്തി NPA അത് പരമാവധി കുറയ്ക്കുകയും അതുവഴി ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരുടെയൊക്കെ തന്നെ താല്പര്യങ്ങളും സുരക്ഷിതത്വവും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുക എന്നതും സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആദ്യഘട്ടത്തിൽ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിക്കാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ പ്രത്യേക സർക്കുലർ മുഖേന 1 മാസത്തെ സാവകാശം കൂടി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ മുൻപ് തിരിച്ചടവിന് സാധിക്കാതെ പോയ എല്ലാ വായ്പക്കാരും അതത് പ്രാഥമിക സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇളവുകളോടെ വായ്പാ അക്കൗണ്ടുകൾ തീർപ്പാക്കി ഈ ആനുകൂല്യം അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ ക്ഷേമോദി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. നിലവിൽ സഹകരണ സംഘങ്ങളിലെ ഏജന്റുമാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന, അതായത് ഹോം ഡെലിവറി രീതി അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് പണം മുഴുവനായിട്ട് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം നൽകാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഈ ഒരു മാറ്റം നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകേണ്ടി വരും. അതിനാൽ തന്നെ നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവരും ഉപയോഗിക്കാതെ മരവിച്ചു പോയ അക്കൗണ്ടുകൾ ഉള്ളവരുമൊക്കെ തന്നെ ആധാർ കാർഡും KYC രേഖകൾ നൽകിക്കൊണ്ട് ഉടൻ തന്നെ അടുത്തുള്ള ബാങ്കുകളിൽ നിങ്ങൾ അക്കൗണ്ടുകളൊക്കെ തന്നെ സജീവമാക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണോ അതോ ഓൺലൈൻ പോർട്ടൽ വഴിയാണോ നമ്മൾ ഈ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ നൽകേണ്ടതെന്ന ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ തന്നെ പുതിയ അക്കൗണ്ട് എടുക്കേണ്ടതില്ല. ഇടനിലക്കാരുടെയും ഏജന്റുമാരുടെയും കാത്തിരിപ്പും അതോടൊപ്പം തന്നെ കാലതാമസവും ഒഴിവാക്കി സർക്കാർ നൽകുന്ന തുക അതേ ദിവസം തന്നെ അക്കൗണ്ടിൽ സുതാര്യമായിട്ട് എത്തുമെന്നതാണ് ഇതിൻ്റെ ഒരു മേന്മ. അതേസമയം കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുള്ള കിടപ്പ് രോഗികളായിക്കോട്ടെ, ബാങ്കിൽ പോകാൻ സാധിക്കാത്ത അവശർ, അതോടൊപ്പം തന്നെ തീവ്ര ഭിന്നശേഷിക്കാർ എന്നിവർക്കൊക്കെ തന്നെ അക്കൗണ്ട് ഇല്ലെങ്കിലും വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന ആ രീതി തന്നെ പഴയ രീതി തന്നെ ഇളവുകളോടെ തുടരാനാണ് സാധ്യത. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പൊന്നോണ ദിനത്തിലും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 1 പവൻ സ്വർണ്ണത്തിൻ്റെ ഇന്നലത്തെ വില 1,20,080 രൂപയായി തുടരുകയാണ്. 1 ഗ്രാം സ്വർണ്ണത്തിന് 15,010 രൂപയായിരുന്നു നിരക്ക്. റെക്കോർഡ് കുതിപ്പിന് ശേഷം ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 1 പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയുമാണ് ചൊവ്വാഴ്ച കുറഞ്ഞത്. എന്നാൽ ഇന്നലെ വില അതേ നിലയിൽ തുടരുകയായിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും ഫോളോ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.